പൊതിഞ്ഞു. വീട്ടിലെ വേലക്കാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരുത്തൻ ഇരിപ്പുണ്ട്, ഇത് കണ്ടിട്ട് വന്നതാ, കൊണ്ടുകൊടുത്തേക്കാൻ. ചെറുപ്പക്കാരൻ പെണ്ണു കൊടുത്തു വിടുന്ന സമ്മാന പൊതിയും കാത്തിരിക്കുമ്പോ വീട്ടിലെ ജോലിക്കാരിയായ പെണ്ണു കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ടല്ലേ നീ പുറകെ വന്ന, ഇന്നാ വെച്ചോ. ചെറുപ്പക്കാരൻ തുറന്നു നോക്കുമ്പോ രക്തത്തിൽ കലർന്നിരിക്കുന്ന 2 കൃഷ്ണമണികൾ. ചെറുപ്പക്കാരൻ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടി. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മനസ്സിന് സമാധാനമില്ല. അവസാനം അവിടെ നിന്ന് ആ പെണ്ണിനോട് പൊരുത്തം ചോദിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ തന്റെ വീട് വിട്ട് പെണ്ണിന്റെ വീട് ലക്ഷ്യമാക്കി അവിടെ നിന്ന് നടന്നു. പെണ്ണിന്റെ വീടിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണുന്ന കാഴ്ച ആ പെണ്ണിന്റെ മയ്യത്തിങ്ങനെ വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന രംഗവാ. അല്ലാഹുവേ, കണ്ണിന്റെ കൃഷ്ണമണികൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെ അവിടെ കിടന്ന് രക്തം വാർന്നു വാർന്ന് ആ പെണ്ണു മരിച്ചുപോയി. ആ പെണ്ണിന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുന്ന രംഗമാണ് ചെറുപ്പക്കാരൻ കാണുന്നത്. അവന്റെ ഹൃദയത്തിന്റെ ഗതി ഇടിത്തീ പോലെ. ആ പെണ്ണ് ചോദിച്ച ചോദ്യം, അല്ലാഹനെ പേടിയില്ലേടാ, മരിക്കണ്ടേടാ, മരിക്കണ്ടേടാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ ചോദ്യം ആ ചെറുപ്പക്കാരൻ നന്നാക്കി. ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? ലോകം അറിയുന്ന പണ്ഡിതനായി പിൽക്കാലത്ത് മാറിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, തെറ്റുകൾ അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ മുതലാക്കലല്ല, അള്ളാഹുവിനെ പേടിച്ചു പിന്തിരിയലാ വേണ്ടത്. അവിടെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് പിന്മാറലാ വേണ്ടത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട്, ഇതൊക്കെ തെറ്റാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് പാപമാണെന്ന്. എന്നിട്ടും ചെയ്യണില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏറ്റവും വലിയ ഗതികേട് എന്തെന്നറിയോ? എടാ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഇപ്പം പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും കൊടക്കീടിലിരുന്നിട്ട് ഒരാണും പെണ്ണും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരുത്തൻ നടന്നു വന്നാൽ മതി, പെട്ടെന്ന് മാറും. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് നടന്നു വന്ന അപ്പൊ തന്നെ ആള് വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് നമ്മൾ മാറും. എന്നാ നീ ചിന്തിച്ചു നോക്ക്, കേവലം ഒരു മനുഷ്യൻ വന്നപ്പോ നീ പേടിച്ചു മാറി. അല്ലാഹ് കാണുന്നുണ്ടല്ലോടാ ഇതൊക്കെ. പടച്ചവൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കല്ലേ? എടാ, അവന് കൊടുത്ത വില പോലും നീ അല്ലാഹ്ക്ക് കൊടുത്തില്ലല്ലോ. കേവലം ഒരു 2 മനസ്സ്, ഒരു 2 കാലുള്ള ജോലിക്ക് നിൽക്കുന്ന, പാർക്കിലും ബീച്ചിലും ജോലിക്ക് നിൽക്കുന്ന ഒരു സ്റ്റാഫിന് കൊടുത്ത വില പോലും നിന്നെ പടച്ച അല്ലാഹ്ക്ക് നീ കൊടുത്തില്ലല്ലോടാ. ആലോചിച്ച് നോക്കിയേ, രക്ഷപ്പെടുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പാപമാണെന്ന്. എന്നിട്ടും എന്തേ ചെയ്യണേ? നന്നാകാൻ പറ്റണില്ല. ഏത് ചെറുപ്പക്കാരന്റെ മൊബൈൽ എടുത്തു നോക്കിയാലും വഴല്, ഏത് പെണ്ണിന്റെ മൊബൈൽ എടുത്തു നോക്കിയാലും വഴല്. മരണവും കബറും പരലോകവും മഹ്ശറയും എല്ലാത്തിന്റെ മൊബൈലിലും ഉണ്ട്. എന്നിട്ട് എന്തേ നന്നാകാത്തെ? തലം മറച്ചിട്ടുണ്ടോ? വഴലിന്റെ സദസ്യം വന്നിരിക്കുന്ന പെണ്ണുങ്ങൾ, അപ്പുറത്തിരിക്കണ പെണ്ണുങ്ങള് എത്ര എണ്ണം തലം മറച്ചിട്ടുണ്ടാകും? നിങ്ങൾ പോയി ആലോചിക്കുക. ഈ ഇരിക്കണ ചെറുപ്പക്കാർക്കറിയാം, എടാ മുടി പടി വെട്ടുന്നത് പോലെ വെട്ടിയ മലക്ക് ശപിക്കൂന്നറിയാത്ത ആരാ ഉള്ളത്? നിങ്ങൾ ചിന്തിക്ക്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നിട്ടും പാപം ചെയ്യുന്നു, നന്നാകാൻ പറ്റുന്നില്ല. കാരണമെന്തേ ഉസ്താദെ? കാരണമെന്തേ? എത്ര നന്മ കേട്ടിട്ടും എനിക്കും നിങ്ങൾക്കും നന്നാകാൻ പറ്റുന്നില്ല. അതിനൊരു കാരണമുണ്ട്. പൗരത്വ ബില്ല് കടന്നു വന്നു. എന്തേ കാരണം? അവന്മാരെ കുറ്റം പറയണ്ട. ഖുർആൻ പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. പരിശുദ്ധമായി ഖുർആൻ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാ ഇതൊക്കെ ഉണ്ടായേ, അല്ലാതെ അവരെ കുറ്റം പറയണ്ട. നമ്മുടെ കയ്യിലിരിപ്പ് ശരിയാകാത്തത് കൊണ്ടാ. എടാ, തിന്നുന്നത് ഹറാം, നീ നിന്റെ വ്യഭിചാരം ഒന്ന് നിർത്ത്, നീ നിന്റെ പലിശ തീറ്റി ഒന്ന് നിർത്ത്, നീ നിന്റെ കഞ്ചാവടി ഒന്ന് നിർത്ത്, നീ ഒന്ന് പള്ളി കയറിയിട്ട് നിസ്കരിക്കടാ. ഒരുത്തനും നിന്നെ പേടിപ്പിക്കാൻ വരില്ല. ഇതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇപ്പോ എല്ലാ ശത്രുക്കളും ഒറ്റക്കെട്ടായിട്ട് മുസ്ലിം ഉമ്മത്തിന് എതിരെ തിരിഞ്ഞിരിക്കാം. ഇപ്പോഴും ഒരുമിപ്പിക്കാത്തവന്മാരുണ്ട്, ഇപ്പോഴും അതിനിടയിൽ കൂടെ നടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ കാരണം? ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം, നിർത്താം. ഒരേ ഒരു ചരിത്രം ഞാൻ പറയാം. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എത്ര നന്മ കേട്ടാലും നന്നാകാൻ തോന്നാത്ത എല്ലാ എണ്ണം കേട്ടോ, ആണായാലും പെണ്ണാണെങ്കിലും. എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രം നിനക്കൊരു പാഠമാണ്. നീ തന്നെ ചോദിക്കുന്നല്ലോ, എത്ര വാഴ കേട്ടിട്ടും നന്നാകാൻ പറ്റുന്നില്ല. അതിന്റെ കാരണമാണ് പറയുന്നത്. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ചരിത്രം പറയുകയാ. കാനത്തും റഅത്തുന തസീഹു ഫീ സിഖഖിൽ മദീന. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകും.